ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഒരു ചുരിദാർ തയ്ക്കാനായിട്ട് എങ്ങനെ ബോഡി മെഷർമെന്റ് എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് എങ്ങനെ ഒരു വരുമാന മാർഗം ഉണ്ടാക്കാം എന്നുള്ളത്. അപ്പൊ അതിനായി ഫസ്റ്റ് പടി എന്നുള്ളോണം ചുരിദാർ ടോപ്പ് നമുക്ക് നമ്മുടെ ചുരിദാർ തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം പഠിക്കാം. ഇപ്പൊ ഒരു ചുരിദാർ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാലോ അല്ലെ, ഒരു 300 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് അങ്ങോട്ട് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് ആദ്യം തന്നെ നമുക്ക് ലാഭിക്കാം. അപ്പൊ അതിനായിട്ട് ആദ്യം തന്നെ ഒന്നും അറിയാത്തവർക്കുള്ളതാണ്, എങ്ങനെ അളവെടുക്കാമെന്നുള്ള അറിയാത്തവർക്ക് ഉള്ള വീഡിയോയാണ് ഇന്നത്തെ. അപ്പോൾ നമുക്ക് അതിന്റെ വീഡിയോ എങ്ങനെയാണ് അളവെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പൊ അതിനെല്ലാം മുൻപ് എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാൻ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തോളൂ. അപ്പൊ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് അളവെടുക്കുക എന്നുള്ളത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു ചുരിദാർ തയ്ക്കാനായിട്ട് ബോഡി മെഷർമെന്റ് എങ്ങനെ എടുക്കാം എന്നുള്ളത് നോക്കാം. അപ്പൊ ഷോൾഡറിന്റെ അവിടെ തൊട്ട് എത്ര ഇറക്കം അവർക്ക് വേണോ അത്രയും ലെങ്ത് പിടിക്കുക. അപ്പൊ എനിക്കിപ്പോൾ ഇവിടെ വേണ്ടത് 40 ആണ്. ഫുൾ ലെങ്ത് 40 കൊണ്ട് എഴുതി വെക്കും. പിന്നെ അടുത്ത വേണ്ട അളവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെസ്റ്റ് വണ്ണം. ചെസ്റ്റ് വണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഈ കൈക്കുഴിയോട് ചേർന്ന് വരുന്ന ഭാഗത്തിനെയാണ് ഈ ചെസ്റ്റ് വണ്ണം എന്ന് പറയുന്നത്. അത് കൈക്കുഴി താഴത്തെ കൂടെ കണ്ട ഇങ്ങനെ പിടിക്കുന്നതിനെയാണ് ചെസ്റ്റ് വണ്ണം. ബാക്കിലും ഒപ്പായിരിക്കണം കേട്ടോ, ഇറങ്ങി പോകാൻ പാടില്ല. ബാക്ക് വശത്തും നേരെ സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ച് എപ്പോഴും ഒരു ഫിംഗർ നമ്മുടെ ഈ ടൈപ്പിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അത് ശ്രദ്ധിച്ചോളൂ. അളവെടുക്കുമ്പോൾ എപ്പോഴും ഒരു ഫിംഗർ ഉള്ളിൽ വെച്ചിട്ട് വേണം. അപ്പൊ ഇത് നമുക്ക് ചെസ്റ്റ് വണ്ണം വരുന്നത് 31 ആണ്. അപ്പൊ ചെസ്റ്റ് വണ്ണം എഴുതാം 31. ഇനി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ബ്രസ്റ്റ് വണ്ണമാണ്. ഇതാണ് ഇങ്ങനെ ഇവിടെ എടുക്കാം. ഇത് 33 ആണ് വരുന്നത്. ബ്രസ്റ്റ് വണ്ണം 33. അത് കഴിഞ്ഞ് കഴിയുമ്പോ വേസ്റ്റ് വണ്ണം. വേസ്റ്റ് എന്ന് പറയുന്നത് കണ്ട നമ്മുടെ ഇവിടെ ഇങ്ങനെ ഈ ഒതുങ്ങിയ ഒരു ഭാഗം വരുമല്ലോ, ഷേപ്പ് വരുന്ന ഭാഗം, നമ്മുടെ കൈമുട്ടിനൊക്കെ നേരെയായിട്ട് വരുന്ന വണ്ണത്തിനെയാണ് വേസ്റ്റ് വണ്ണം എന്ന് പറയുന്നത്. വേസ്റ്റ് വണ്ണം എന്നത് ഇത് 25 ആണ്. അത് എഴുതി വെക്കുക 25. അത് കഴിഞ്ഞ് ഹിപ്പ് വണ്ണം എന്ന് പറയുന്നത് നമ്മുടെ സൈഡ് ഓപ്പൺ വരില്ലേ, നമുക്ക് സ്ലിറ്റിന്റെ ഇറക്കം എത്രയാണോ വേണ്ടത് അവിടത്തെ വണ്ണാണ് നമ്മൾ ഈ ഹിപ്പ് വണ്ണായിട്ട് എടുക്കേണ്ടത് കേട്ടോ. അത് വരുന്നത് 33 ആണ്. അപ്പൊ ഈ 3 അളവുകളാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പോട് കൂടി ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ബ്രസ്റ്റ് വണ്ണം, വേസ്റ്റ് വണ്ണം, ഹിപ്പ് വണ്ണം. അപ്പൊ ഈ വണ്ണം ഒക്കെ അളവെടുക്കുമ്പോൾ നമ്മുടെ ഒരു ഫിംഗർ എപ്പോഴും ടൈപ്പിനുള്ളിൽ ഉണ്ടായിരിക്കണം. ഇങ്ങനെ ടൈപ്പിനുള്ളിൽ ഇങ്ങനെ പിടിച്ചതിന് ശേഷം വേണം അളവെടുക്കാനായിട്ട്. അപ്പോ ഇത്രയും കറക്റ്റ് ആയല്ലോ. നമുക്ക് ആദ്യം വേണ്ടത് ഫുൾ ലെങ്ത്, ചെസ്റ്റ് വണ്ണം, ബ്രസ്റ്റ് വണ്ണം, വേസ്റ്റ് വണ്ണം, ഹിപ്പ് വണ്ണം. ഈ 3 അളവുകളാക്കി. ഇനി നമുക്ക് വേണ്ടത് അടുത്ത അളവ് വേണ്ടത് റിഗാളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈക്കുഴിയുടെ അളവ്. അപ്പൊ അതിന് നമ്മള് ഈ കൈ ഒന്ന് ഇങ്ങനെ ഒന്ന് പിടിക്കാൻ പറയാം. അപ്പൊ നമുക്ക് സുഖമായിട്ട് പറ്റും. കൈ അങ്ങനെ പിടിച്ചതിന് ശേഷം കൈക്കുഴിയോട് ചേർന്ന് നമുക്ക് ഇങ്ങനെ പിടിക്കാം. കണ്ട കൈക്കുഴിക്ക് ചുറ്റും നമ്മൾ ടൈപ്പ് പിടിച്ചതിന് ശേഷം കൈ നിവർത്തിയിട്ടോളം പറയാം. അതിനുശേഷം ഒരു ഫിംഗർ ഉള്ളിൽ വെച്ച് തന്നെ വേണം നമുക്ക് അളവെടുക്കാനായിട്ട്. കൈക്കുഴിയുടെ വണ്ണം എടുക്കാം. അപ്പൊ അത് വരുന്നത് ഇതില് 50 ഇഞ്ചാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ മസില്, ആ കൈക്കുഴിയോട് ചേർന്ന് തന്നെ നമ്മുടെ കൈയുടെ വണ്ണം ഒന്ന് പിടിക്കണം കേട്ടാ. ഇതിന് കൈയില്ല, അപ്പൊ അത് കാരണം ആ കൈക്കുഴിയോട് ചേർന്ന് തന്നെ നമ്മുടെ വണ്ണം പിടിക്കുക. അത് സ്ലീവ് മസിൽ എന്നാണ് അതിനെ പറയാ. ആ വണ്ണം ഒരു 4 ഇഞ്ച്. അപ്പൊ ഈ കൈക്കുഴിക്ക് ചുറ്റുള്ള അളവെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുക്കേണ്ടത് സ്ലീവ് മസിലാണ്. ആ കൈക്കുഴിയോട് ചേർന്ന് തന്നെ നമ്മുടെ കൈയുടെ വണ്ണം അത് എടുക്കാം. ഇപ്പൊ ഇതിന് ഒരു 14 വരും. സ്ലീവ് മസിൽ എന്നാണ് അതിനെ പറയാ. സ്ലീവ് മസില് 14 ഇഞ്ച് എന്ന് എഴുതി വെക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെ അളവുകൾ കേട്ടോ എടുക്കേണ്ട വിധാണ് പറയണത്. പിന്നെ നമുക്ക് സ്ലീവിന് എത്ര ഇറക്കം വേണം എന്നുള്ളത് നോക്കാം. ഇത് 13 ഇഞ്ചാണ്. അപ്പൊ സ്ലീവ് ലെങ്ത് എഴുതാം. അതിനുശേഷം ആ ലെങ്ത് 13ന്റെ അവിടത്തെ വണ്ണം എത്രയാന്ന് നോക്കാം.
അത് ഒരു 12 ഇഞ്ചാണ് ഇതിന് വരുന്നത്. അപ്പൊ അത് എഴുതാം. അടുത്തത് നമുക്ക് ഷോൾഡർ ആണ് വേണ്ടത്. ഷോൾഡർ ബാക്ക് വശത്തു നിന്ന് വേണം നമുക്ക് ഷോൾഡർ എടുക്കാനായിട്ട്. ഇതാണ് ഇവിടെ തൊട്ട് നമുക്കത് ഇവിടെ ആയിട്ടൊരു എല്ലില്ലേ, ഇതിവിടെ ഒരു ഇത്, അവിടെ തൊട്ട് ഇപ്പറ വരെയാണ് നമുക്ക് എടുക്കേണ്ടത്. ഇങ്ങനെ നേരെ സ്ട്രൈറ്റ് പിടിച്ച് കണ്ട ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ ഒന്നും എടുക്കാൻ പറ്റില്ല. നേരെ കറക്റ്റ് വളയാതെ ഇങ്ങനെ എടുക്കണതാണ് ഷോൾഡറിന്റെ അളവ്. ഇത് 12 ഇഞ്ചാണ് വരുന്നത് കേട്ടോ. ഇപ്പൊ പിന്നെ നമുക്ക് ബാക്ക് വശത്തുനിന്ന് ഈ നെക്കിന്റെ ലെങ്ത്തും കൂടി നോക്കണം. അതും ഈ ഷോൾഡറിന്റെ അവിടെ നിന്ന് ഇങ്ങനെ പിടിച്ച് എത്ര ഇറക്കം വേണോ അതെടുക്കാം. ഇതൊരു 4 ഇഞ്ചാണ് വരുന്നത്. അപ്പം ബാക്ക് നെക്കിന്റെ ലെങ്ത് എടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഫ്രണ്ട് നെക്ക്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിന് വേണ്ട ഇറക്കം നെക്കിന്റെ മോഡലുകൾ അനുസരിച്ച് വേണം. വീനെക്കൊക്കെയാണ് നെക്കിന് അളവെടുക്കുമ്പോൾ ഇങ്ങനെയാണ് എടുക്കണേ എന്നുണ്ടെങ്കിൽ, ചെരിച്ചാണ് എടുക്കണേ എന്നുണ്ടെങ്കിൽ എപ്പോഴും അത് തന്നെ ഫോളോ ചെയ്യാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നേരെ സ്ട്രൈറ്റ്, ഞാൻ നേരെ ഇങ്ങനെ സ്ട്രൈറ്റ് പിടിച്ചിട്ടാണ് എടുക്കാറ് കേട്ടോ. വീനെക്കൊക്കെ വരുമ്പോൾ മാത്രമാണ് ഞാനിങ്ങനെ ഒന്ന് ചെരിച്ച് പിടിച്ചെടുക്കാറുള്ളൂ. അപ്പൊ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 5.5 ഇഞ്ചൊക്കെ ആണ് ഒരുവിധം സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ അവിടെ നമ്മൾ ഹൈറ്റ് അനുസരിച്ച് ലെങ്ത്തിന് മാറ്റം വരും കേട്ടോ. 6, 6.5 ഒക്കെ എടുക്കുന്നവരുണ്ട്. വീനക്കാണെങ്കിൽ 7, 7.5 ഇങ്ങനെ ചെരിച്ചു പിടിച്ചെടുക്കുമ്പോ 7, 7.5 ഒക്കെ വരും ലെങ്ത്. അപ്പൊ അത് നോക്കാം. നമ്മുടെ ഷോൾഡറിന്റെ അവിടെ തൊട്ട് നമുക്ക് എന്തോരം ഇറക്കം വേണം എന്നുള്ളതനുസരിച്ച് എഴുതാം. ഒരു 5.5 ഇഞ്ചൊക്കെ എഴുതിക്കോ കേട്ടോ. പിന്നെ വൈഡും കാര്യങ്ങളും ഷോൾഡർ എങ്ങനെയാണ് കട്ട് ചെയ്യുമ്പോൾ അളവെടുക്കേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ വീഡിയോ കട്ട് ചെയ്യുമ്പോൾ പറഞ്ഞു തരാം. ഇപ്പൊ നമ്മൾ ഈ എടുത്ത കറക്റ്റ് അളവ് തന്നെ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റില്ല. നെക്കിനനുസരിച്ചിരിക്കും ഷോൾഡറൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അളവെടുക്കുമ്പോൾ. ഒരു ടോപ്പ് തയ്ക്കാനായിട്ട് വേണ്ട അളവുകളാണ് ഇതെല്ലാതും. മറക്കാണ്ട് അപ്പൊ ഇത് ഒരു 2 പ്രാവശ്യമൊക്കെ കണ്ട് നമുക്ക് പഠിക്കാം. നമ്മുടെ ചുരിദാർ നമ്മൾ അളവെടുക്കേണ്ട ഇത് എങ്ങനെയാന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പൊ എല്ലാവരും അത് നോക്കി പഠിക്കുക. പിന്നെ കട്ടിങ്ങിന്റെ വീഡിയോ ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ ഇടാം. 2 കൂടി ആകുമ്പോൾ നല്ല ലോങ് വീഡിയോ ആയി പോവും. അത് കാരണം അളവ്. ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരിക്കോ. ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.